എല്ലാ സാധുക്കർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ വേറൊരു സത്സംഗത്തിലേക്ക് സ്വാഗതം. ഉപാസന പല രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ഉപാസന നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഗുരു നിർദ്ദേശാനുസരണമാണ്. നമുക്കറിയാം, ഓരോ ഗുരുക്കന്മാരും പല രീതിയിലുള്ള സാധനാ രീതികളാണ് ഓരോ സാധകർക്കും നൽകുന്നത്. അതായത് ഓരോരുത്തരുടെ മാനസിക നില അനുസരിച്ച് അല്ലെങ്കിൽ മാനസിക തലം അനുസരിച്ചാണ് അവരവർക്കുള്ള സാധന നിർദ്ദേശിക്കുന്നത്. ആ സാധന അനുഷ്ഠിച്ചാണ് ഓരോ സാധകരും അവരുടെ ലക്ഷ്യം, അവരെ തിരിച്ചറിയുക, അവനവനെ തിരിച്ചറിയുക എന്നുള്ള യാത്രയിലേക്ക് പോകുന്നത്, സഞ്ചരിക്കുന്നത്. അങ്ങനെ അനേകം ഗുരുക്കന്മാർ നമുക്ക് മുന്നേ സഞ്ചരിച്ചിട്ടുണ്ട്, നമ്മളോടൊപ്പം ഇപ്പോഴും സഞ്ചരിക്കുന്നു. അവരെ ഫോളോ ചെയ്ത് ഒരുപാട് സാധകർ നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോഴും. അങ്ങനെയുള്ള ഒരു സാധകരെ പരിചയപ്പെടുത്തുക, അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ആ ഒരു അറിവ്, ആ ഒരു അനുഭവത്തെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം തന്നെ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറിലാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിത്വം ഒരു പരമസാത്വികയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മീ ടു മീ ധ്യാന കേന്ദ്രം 2022 നവരാത്രി സമയത്ത് ഈ അമ്മയ്ക്ക് മാർഗബന്ധു പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അഭേദാനന്ദ സ്വാമി. അഭേദാനന്ദ സ്വാമികളുടെ പരമഭക്തയാണ്. തുടക്കം മുതലേ, ചെറുപ്പം മുതലേ ഉള്ള ഒരു ശിഷ്യയാണ്. തൻ്റെ ജീവിതം നാമജപത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ഒരു പരമസാത്വികയായിട്ടുള്ള അമ്മയാണ്. അങ്ങനെ തന്നെ പറയണം. കാരണം ആ ഗുരു അഭേദാനന്ദ സ്വാമി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം നാമജപമാണ്. അതിലൂടെയാണ് അദ്ദേഹം ആ നിത്യസത്യത്തെ പ്രകീർത്തിച്ചിരുന്നത്. ആ മാർഗമാണ് അമ്മ തുടക്കം മുതൽ ഈ നിമിഷം വരെയും അമ്മ ആ നാമജപം, അമ്മയുടെ ആ ഗുരു ഫോളോ ചെയ്തിരുന്ന, കാണിച്ചു തന്ന ആ മാർഗനിർദ്ദേശം ഈ നിമിഷം വരെയും ഫോളോ ചെയ്ത് ജീവിക്കുകയാണ്. നമുക്കിന്ന് അമ്മയുടെ ഈ ഗുരുവിനെ പറ്റിയും അഭേദാനന്ദ സ്വാമികളെ പറ്റിയും അമ്മയുടെ ഉപാസനാ മാർഗത്തെ പറ്റിയും അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് അമ്മയെ സ്വാഗതം ചെയ്യാം. ഹരി ഓം. അമ്മ വളരെ ചെറുപ്പം മുതലേ അഭേദാനന്ദ സ്വാമികളെ പരിചയപ്പെട്ടതാണ്. അത് ഏത് കാലഘട്ടത്തായിരിക്കും അമ്മ പരിചയപ്പെടുന്നത്? അതിനുള്ള സാഹചര്യം എത്രാമത്തെ വയസ്സിലായിരിക്കാം? വളരെ വളരെ പണ്ട് തൊട്ടേ സ്വാമിജിയെ ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏൽക്കാനും സാധിച്ചത് പരമഭാഗ്യമായിട്ട് കരുതുന്നു. വളരെ ചെറുപ്പത്തിൽ 8-10 വയസ്സ് തൊട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി. തിരുവനന്തപുരത്തായതുകൊണ്ട് ഇതിനുള്ള ഒരു അവസരം കിട്ടി. അപ്പം തൊട്ട് തന്നെ ആദ്യത്തെ ദർശനത്തിൽ തന്നെ സദ്ഗുരുവായിട്ട് തന്നെ ഒരു അനുഗ്രഹം പോലെയാണ് ഇതുവരെ കഴിഞ്ഞു പോകുന്നത്. വളരെ പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അനുഗ്രഹമാണ്. അഭേദമായിട്ടുള്ള, ഭേദബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്വാമിജിയാണ്. എല്ലാവരെയും ഒന്നായി കണ്ട് എല്ലാം ഈശ്വര ദർശനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പിന്നെ ഏറ്റവും ഇത് ഭജന, നാമജപമാണ് അഭേദാശ്രമത്തിൻ്റെ ഏറ്റവും. 24 മണിക്കൂറും അവിടെ അഖണ്ഡ ദീപം കൊളുത്തി എല്ലാവരെയും കൊണ്ട് ജപിപ്പിച്ച് ഇന്നും അത് എത്ര ഭംഗിയായിട്ട് നടക്കണമെന്ന്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കണമെന്ന് തിരുവനന്തപുരത്തെ എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിനുള്ളൊരു അവിടെ പോകാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യയാകാനും അവിടെ ഭജന ഇന്നും നടത്തുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വരുന്ന എല്ലാവരുമായിട്ട് ഭഗവാൻ പാടിപ്പിക്കുന്നു, അത് പാടുന്നു. അല്ലാതെ നമ്മുടെ കഴിവല്ല ഒന്നും, എല്ലാം ഈശ്വര അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് അഭേദാശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും. രാത്രിയും പകലും ഇല്ലാതെ അഖണ്ഡ നാമജപം എത്രയോ വർഷമായിട്ട് ഇന്നും ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ആ അനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നടത്തുന്നു. ഇതുവരെ നടന്നു. നാളത്തെ കാര്യം നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാം ഭഗവാന്റെ നിശ്ചയമാണെന്നുള്ള പൂർണ്ണ വിശ്വാസം. അതായത് കലിയുഗത്തിന് നാമയുഗം എന്നും കൂടെയാണ് പറയുന്നത്. ഓരോ യുഗത്തിനും ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ കലിയുഗത്തിന് നാമയുഗം. അപ്പം ഏറ്റവും പ്രധാനം നാമജപം.
ഓരോ അതനുസരിച്ച് പോകുന്നു. സ്വാമിജി പറഞ്ഞതനുസരിച്ച് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടെന്നാണ് പൂർണ്ണ വിശ്വാസം. എല്ലാവർക്കും അഭേദഭാവനയോട് കൂടിയിട്ടുള്ള അനുഗ്രഹമാണ് എല്ലാവർക്കും കിട്ടുന്നത്. സ്വാമിജിയുടെ പേര് പോലെയാണ്. അത്ര കാരുണ്യമായിരുന്നു, അത്ര പറയാൻ പറ്റൂല, അത്ര വാക്കുകളില്ല പറയാൻ. അതുകൊണ്ട് അമ്മയുടെ ഓർമ്മയിൽ അമ്മ അഭേദാനന്ദ സ്വാമിയോട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അതിന് അങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്, കൂടെ എത്രയോ പടങ്ങൾ എടുത്തിട്ടുണ്ട്, കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭജനയിലാണ് കൂടുതൽ. അപ്പം നമുക്ക് പാടുന്നവരായതുകൊണ്ട് അങ്ങനെ കൂടുതൽ അടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു അവസരം ഭഗവാൻ തന്നു. അതുകൊണ്ട് അത് നടന്നു, ഇന്നും നടന്നു പോകുന്നു. ഇന്നും ഞങ്ങൾക്ക് തന്ന ദിവസങ്ങളിൽ അവിടെ പോയി ഭഗവാൻ പാടിക്കുന്നു, ഞങ്ങൾ പാടുന്നു. ഇതെല്ലാം ഗുരു കടാക്ഷത്തിൻ്റെ ഓർമ്മയിലാണ് ഇത് ഓരോ കാര്യവും പറയുന്നതും ചെയ്യുന്നത്. അല്ലാതെ നമ്മളിൽ ഒരു കഴിവും ഇല്ല എന്നുള്ളത് അറിയാനില്ല. എല്ലാം ഭഗവത് നിശ്ചയം ആണ് ഈ നടക്കുന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാ സങ്കല്പം അനുസരിച്ച് എല്ലാം ചെയ്തു തന്ന് ഭക്തരെ മുഴുവൻ ആകർഷിച്ച് അവർക്ക് പൂർണ്ണ സമാധാനവും ശാന്തിയും ഭക്തിയും ഉണ്ടാക്കി കൊടുത്ത് നല്ല വഴിയിൽ കൊണ്ടുവന്നതിന് നമ്മൾ എത്ര നമസ്കരിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും പറയാൻ വാക്കുകളില്ല. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കാനാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. 2 ശ്വാസത്തിൻ്റെ കളികളാണ് ഇതെല്ലാം. ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം തുടങ്ങി വെച്ചതാണ്. അത് പേരിനനുസരിച്ചുള്ള അതനുസരിച്ച് സാധാരണക്കാരും എല്ലാവരെയും ഒന്നായി കണ്ട് ഭഗവാനായിട്ട് കണ്ടാണ് ജപിക്കുന്നത്. എല്ലാവരും അങ്ങനെ വരണം. എല്ലാവരിലും ഉള്ള ഭഗവാനെ നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലെ, പലരും ഈ ഗൃഹസ്ഥ ജീവിതം നയിക്കുമ്പോഴേ എങ്ങനെ ഗൃഹസ്ഥ ജീവിതം നയിക്കുമ്പോൾ പലരും ഈ സമയം കിട്ടില്ല എന്നുള്ള പരാതി പറയാം. അവർ വേറൊരു ഉപാസനാ മാർഗത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധ്യാനിക്കാൻ സമയമില്ല അങ്ങനെ എല്ലാം പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാമജപം അവരെ കൂടെ മുന്നിൽ കണ്ടായിരിക്കുമല്ലോ. അതെ, നാമജപം എല്ലാവർക്കും പറ്റുന്നതാണ്. വീട്ടിലിരുന്നാലും ജോലിക്ക് പോയിരുന്നാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുന്ന സമയം വരെയും അവനവൻ്റെ മനസ്സാണ് ശരിക്കും നാമജപത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാക്കുന്നത്. ആ മനസ്സിൽ വന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ ഭഗവാനും കൂടെ ഉള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നാമം ജപിക്കാൻ സാധിക്കുകയുള്ളൂ. കലിയുഗത്തിൽ പ്രത്യേകിച്ച് അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. നമ്മൾ അതിനനുസരിച്ചുള്ള വിനയം, ഭക്തി, പ്രേമം, ദയ, സമാധാനം എല്ലാം ഉണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം നടക്കുകയുള്ളൂ. ഭഗവാനിൽ അത്ര ആഗ്രഹം വേണം. നമ്മുടെ ഓരോ ചുവട് വയ്പ്പിലും ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ ജീവിച്ചാൽ സമാധാനവും ശാന്തിയും എല്ലാം ഉണ്ടാകുമെന്നാണ് പൂർണ്ണ വിശ്വാസം. അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം. അതിന് നമ്മൾ ഗുരുവിനെ സമീപിച്ചാലേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗുരുവിനെ സമീപിക്കുമ്പോൾ ഗുരുവിൻ്റെ പ്രസാദം, അനുഗ്രഹം നമുക്ക് എന്തായാലും കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി വേണം ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഭാവം ഭക്തനുണ്ട്. ഇതെല്ലാം ഭഗവാൻ നിശ്ചയമാണ് നടക്കുന്നത്, നമ്മുടെ ഒന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് ആ പ്രേമഭക്തി ഭാവത്തോടുകൂടി ഭഗവാനെ പൂജിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് ഭഗവാൻ നടത്തി തരുന്നുള്ള പൂർണ്ണ വിശ്വാസവും ഉണ്ടാകണം. അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഗുരുകൃപ ഉണ്ടാവണമെന്നും ഗുരു കടാക്ഷം ഉണ്ടാവണമെന്നും എപ്പോഴും പ്രാർത്ഥിക്കുക. അമ്മ ഈ നാമജപത്തിലൂടെ തന്നെ ഈ ഭജന അല്ലെങ്കിൽ അതിനോട്ട് തിരിയാനുണ്ടായ കാരണം എങ്ങനെയായിരിക്കും അമ്മയുടെ? അത് ഭജനയിൽ ഇൻട്രസ്റ്റ് വരാൻ കാര്യം നമ്മുടെ ഗുരു തന്നെ. ഗുരു പാടുമ്പോൾ അത് കേട്ട് അപ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ടെന്ന് അവനവനൊരു അനുഭവങ്ങൾ ഉണ്ടാവും. ആ ഭജന പാടുമ്പോൾ പ്രത്യേകിച്ച് ഒരു അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോഴാണ് അങ്ങനെ നമുക്ക് പാടാൻ തോന്നും.
അപ്പോൾ ഭഗവാനെ ഒന്ന് പാടിക്കണേ, ഭജന പാടിപ്പിക്കണേ. ഭഗവാൻ പാടിപ്പിച്ചാലല്ലേ നമുക്ക് പാടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം ഭഗവത് കാരുണ്യത്തിലാണ് സകല കാര്യങ്ങളും. ഗുരുപ്രസാദം വേണം, ഗുരു കടാക്ഷം വേണം. അപ്പോൾ ശാന്തി സമാധാനവും എല്ലാത്തിലും ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു വിചാരവും എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവം ഉണ്ടാകുമെന്നാണ് പൂർണ്ണ വിശ്വാസം. അമ്മ ഇപ്പം ഗുരുവിനെ പറ്റി പറയുമ്പം അമ്മ കൂടുതൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അമ്മ അദ്ദേഹത്തിൻ്റെ ആ ഭജനയെ പറ്റിയും അതെല്ലാം അമ്മ ഒരുപാട് പറയുന്നുണ്ട്, ആ ഫീലിനെ പറ്റി, ആ ഒരു പ്രേമഭാവവും എല്ലാം. അമ്മയ്ക്ക് അഭേദാനന്ദ സ്വാമിയുടെ ഒരു ഭജന ഒന്ന് പാടാൻ പറ്റുമോ? ശ്രമിക്കാം, ഭഗവാൻ പാടിച്ചാൽ പാടാം. मन में प्रेम भरो, गुरु के ध्यान करो. मन में प्रेम भरो, गुरु के ध्यान करो. गुरु के ध्यान करो, सद्गुरु के चरण में रहो. गुरु के ध्यान करो, सद्गुरु के चरण में रहो. मन में मौन करो, गुरु के ध्यान करो. मन में मौन करो, गुरु के ध्यान करो. सच्चिदानंद गुरु सच्चिदानंद, सच्चिदानंद गुरु सच्चिदानंद, सच्चिदानंद गुरु सच्चिदानंद. जय गुरु हरि गुरु सच्चिदानंद. परम भट्टार गुरु सच्चिदानंद, परम भट्टार गुरु सच्चिदानंद. आदि गुरु अद्वैत गुरु सच्चिदानंद, आदि गुरु अद्वैत गुरु सच्चिदानंद. आनंद चिन्मय सद्गुरु अभेदानंद, आनंद चिन्मय सद्गुरु अभेदानंद. सद्गुरो पाहि मां परमदयालो रक्ष मां. 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 गुरुकटाक्षं परिपूर्णम्. അമ്മ ഇപ്പം അഭേദാനന്ദ സ്വാമിയെ കണ്ട കാര്യം പറഞ്ഞല്ലോ, വളരെ ചെറുപ്പത്തിൽ 8-10 വയസ്സായപ്പോൾ കണ്ടതാണ്. അമ്മ അഭേദാനന്ദ സ്വാമിയിൽ കണ്ട ഒരു പ്രത്യേകത, അദ്ദേഹം ബാക്കി ഗുരുക്കന്മാരിൽ നിന്നും അമ്മയ്ക്ക് തോന്നിയ ഒരു പ്രത്യേകത എന്താണ്? അത് ഒരു പ്രത്യേകത തോന്നാൻ പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിനനുസരിച്ചിട്ടുള്ള ജീവിതമാണ് കണ്ടതും അനുഭവിച്ചതും. അഭേദബുദ്ധി ഇല്ലാതെ എല്ലാവരെയും
ഭഗവാനായിട്ട് സ്വാമി ദർശിച്ച് നമുക്ക് അതിനുള്ള ഉപദേശങ്ങളും അതിനുള്ള മാർഗങ്ങളും പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിച്ച ഒരു ഗുരുവാണ് അഭേദാനന്ദ സ്വാമികൾ. വേറെ ഒന്നിലുമില്ല, സ്വന്തമായി അങ്ങനെ ഇതില്ല. പക്ഷേ ഇപ്പോൾ സ്വാമിജിയുടെ പേരിൽ തന്നെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വലിയ ആശ്രമം ഉണ്ടായി. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. സ്വാമിജിക്ക് ഭക്തി മാത്രമാണ്, ഭഗവാനും ഭക്തിയും മാത്രം, വേറെ ഒന്നിലും ഇല്ല, ഒരു ഇതുമില്ല. പക്ഷേ ശിഷ്യഗണങ്ങളെല്ലാവരും കൂടി ചേർത്ത് സ്വാമിജിയുടെ വലിയ ആശ്രമമുണ്ടാക്കി, നാമജപത്തിന് വളരെ പ്രചാരണങ്ങൾ നടത്തി. എല്ലാം ഇപ്പോഴും അതിൽ ഗംഭീരമായിട്ട് ഓരോ സ്ഥലത്തും, ഹൈദരാബാദ്, സെക്കൻഡറാബാദ്, പിന്നെ മദ്രാസിൽ, പിന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വാമിജിയുടെ ശിഷ്യജനങ്ങളുണ്ട്. അവരെല്ലാവരും ഇന്നും സ്വാമിജിയുടെ പേരിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വരുന്നുണ്ട്, ആശ്രമത്തിൽ താമസിച്ച് സന്തോഷമായിട്ട് ആ വേദിയിലുമൊക്കെ ചുറ്റി മഹാമന്ത്രവും ജപിച്ച് തിരിച്ചു പോകും. ഇതെല്ലാം ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ അവിടെ സ്വാമികളുടെ ഭജനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? സ്വാമിജിയുടെ ഭജനയ്ക്ക് പ്രത്യേകത ഉണ്ട്. എല്ലാ സന്യാസിമാർക്കും പ്രസംഗിക്കാൻ സാധിക്കും, പക്ഷേ ഭജന പാടാൻ എല്ലാവർക്കും സാധിക്കില്ല. പ്രസംഗം എല്ലാവർക്കും സാധിക്കും, അവനവൻ്റെ അറിവനുസരിച്ച്. സംഗീതം പൂർണ്ണ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരിതാണ്. സ്വാമിജി ഭജനയെന്ന് അഭേദാനന്ദ സ്വാമിജി എന്ന് പറയുമ്പോൾ തന്നെ ഭജനയുടെ എല്ലാവർക്കും അറിയാതെ പാട്ട് വരും. എല്ലാം മറന്നാണ് പാടുന്നത്. സ്വാമിജി പാടുമ്പോഴും നമ്മൾ പാടുന്നത് എല്ലാം മറന്ന് ഭഗവാനെ കണ്ടുകൊണ്ടാണ് പാടുന്നത്. അത്രയ്ക്കുള്ള ഇതാണ് ശരിക്കും ഭജന. ആനന്ദ സ്വാമിയാണ് ഭജനയിൽ ആനന്ദം, അതായത് നാമത്തിൻ്റെ വഴിയിലാണ് പോകുന്നത്. വേറെ പ്രശസ്തിയും മറ്റത് അതിലൊന്നുമില്ല. ആ പാട്ടുകളൊന്നും ഈ കാണാതെ പഠിച്ച് പാടുന്നതല്ല, ഉള്ളിൽ നിന്ന് വന്ന് പിന്നെ ഇപ്പം ഭജന എൻ്റെ ബുക്കുകൾ എല്ലാം ഇറക്കിയിട്ടുണ്ട്. പണ്ടത്തെ പാട്ടുകൾ പഴയ ആളുകൾക്കറിയാം, ഇപ്പോഴെല്ലാം പുതിയതായി. എന്നാലും പണ്ടത്തെ ഭജൻസ് ഞങ്ങളെപ്പോലെ പഴയ ആളുകൾക്ക് ഇപ്പോഴും ഭഗവാൻ പാടിക്കുന്നു, നമ്മൾ പാടുന്നു, എല്ലാം ഭഗവാന്റെ വിശ്വാസത്തിൽ കൂടി കാര്യങ്ങൾ നടന്നു പോകുന്നു. ആ ഭജനയിൽ കൂടി ഒരു അമ്മയിലുണ്ടായ ഒരു മാറ്റമോ അല്ലെങ്കിൽ എന്തൊരു ഫീലായിരിക്കും അമ്മയ്ക്ക് ഉണ്ടാവുന്നത്? ഭജന പാടിക്കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ മറന്നു പോവുകയാണ്. ഭഗവാനെ കണ്ടുകൊണ്ടാണ് പാടുന്നത്. അപ്പോൾ പിന്നെ സ്വന്തം വിചാരം എല്ലാം പോവും. എല്ലാം മറന്നിട്ട് അങ്ങ് പാടുമ്പോഴത്തേക്ക് സ്വാമി ചെന്ന് തന്ന അനുഗ്രഹമാണത്. എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാവർക്കും കിട്ടിയ അനുഭവമാണത്, ഒരാളുടെ അല്ല. ആ ഭജന ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ഇതെല്ലാം ഭജനയിലുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഗുരു കടാക്ഷത്താൽ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള കാര്യം, ഒരാൾക്കല്ല. ആ സ്വാമിജിയുടെ പേരിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയും ഇതുമാണ് ആശ്രമത്തിൽ നടക്കുന്നത്. ഭേദബുദ്ധിയില്ലാതെ ഇത്രയും പ്രതിഷ്ഠകൾ നടന്നു. ഗണപതി സ്വാമിയുടെ, കൃഷ്ണസ്വാമി, കൃഷ്ണനും രാധയും ഫേസ് ടു ഫേസ്. പ്രത്യേകത ഉള്ള ഒരു രാധയുടെ ഒരു വിഗ്രഹമുണ്ട്, കേരളത്തിൽ അധികം കാണാറില്ല. അതെ, രാധ ദേവിയുടെ എന്നുള്ളത്. ഇതിപ്പോൾ കൃഷ്ണനും രാധയും ശരിക്കും നോക്കിക്കൊണ്ട്, അപ്പോൾ ഇതിൽ കൂടുതൽ വേറെ ഏത് വേണം? സ്വാമിജിയുടെ മനസ്സിലെ രൂപങ്ങളാണ് അവിടെയൊക്കെ വന്നിരിക്കുന്നത്. രാധയും കൃഷ്ണനുമാണ് സ്വാമിജിയുടെ എല്ലാം. അപ്പോൾ അത് ശരിക്കും നമുക്ക് അതോടെ ചെന്നാൽ ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സ് അതിലോട്ട് വരണം. വരുത്തിയതും ചെയ്യിപ്പിച്ചതും ഇത്രയും ചെറുപ്പകാലം തൊട്ട് ആ വയസ്സാകുന്നവരെയായി ഇതുവരെ ചെയ്യിച്ചത് ഗുരു കടാക്ഷത്തിലാണ് ഇതെല്ലാം നടന്നതെന്നുള്ളത്. അല്ല നമ്മുടെ കഴിവൊന്നുമല്ല, എല്ലാം ഭഗവത് സങ്കല്പത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ജീവിക്കുന്നത്.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. भगवान के पावन नाम की जय. श्री सद्गुरुनाथ महाराज की जय. श्री राधा कृष्ण युगल मूर्ति की जय. गुरु कटाक्षं परिपूर्णं ब्रह्मैव सत्यं हरिः ओम. ഇപ്പോഴത്തെ കാലഘട്ടത്ത് ആൾക്കാർ ആധ്യാത്മികതയിലേക്ക് വരുന്നത് തന്നെ വളരെ കുറവാണ്. പലരും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലും ശ്രദ്ധ പലരുടെയും. എന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ചെറുപ്പം മുതലേ ആധ്യാത്മിക പാതയിലാണ്, ഒരു ഗുരുവിന് കീഴിൽ ആ ഒരു ഫോളോ ചെയ്ത് വരികയാണ്. അമ്മയുടെ പുണ്യമായിരിക്കാം അത്. അതുപോലെ തന്നെ അമ്മയുടെ ഈ ഗൃഹസ്ഥ ജീവിതവും അങ്ങനെ ഒരു പങ്കാളിയെ കിട്ടുക, ഇതേ അമ്മ ഏത് രീതിയിലാണോ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഗുരുസങ്കല്പമുള്ള ഒരു പങ്കാളിയെ കിട്ടുക എന്നുള്ളത് ഈശ്വരൻ്റെ ഒരു നിയോഗം തന്നെയായിരിക്കാം. അപ്പം ആ അമ്മയുടെ പങ്കാളി, ആ അമ്മയുടെ ഭർത്താവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്ന് പറയാമോ? അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ആ ഗുരുസങ്കല്പത്തെക്കുറിച്ചും. മണ്ണുവെള്ള കുടുംബത്തിലെ ആളാണ് എൻ്റെ ഭർത്താവ്. അതായത് പത്മനാഭൻ നായർ എന്നാണ് പേര്. അദ്ദേഹം രമാദേവി മന്ദിരത്തിലെ അമ്മയുടെ വാത്സല്യ ശിഷ്യനാണ്. അമ്മ മാത്രമാണ് മനസ്സിലുള്ളത്. പ്രവൃത്തിയും എല്ലാം അമ്മയിൽ സങ്കല്പിച്ച് അമ്മയിൽ സമർപ്പിച്ചും ജീവിക്കുന്ന ഒരാളാണ്. അത്ര സാത്വികനാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അഭേദാശ്രമത്തിലെയും ഇദ്ദേഹം രമാദേവി മന്ദിരത്തിലെയാണ്. പക്ഷേ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഗുരുക്കന്മാരെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഗുരു അഭേദാനന്ദ സ്വാമി, അദ്ദേഹത്തിൻ്റെ ഗുരു രമാദേവി അമ്മയാണ്. ശക്തിനഗറാണ് അവരുടെ ഇതെല്ലാം. പക്ഷേ തിരുവനന്തപുരത്തും പല പല സ്ഥലത്തും അമ്മയുടെ ആശ്രമങ്ങളും ഇതെല്ലാം ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് രമാദേവി മന്ദിരം. അവിടെ മെഡിറ്റേഷനാണ് കൂടുതൽ. ഇപ്പോൾ അഭേദാശ്രമത്തിൽ നാമം ജപം, ഇവിടെ ഇവർക്ക് കൂടുതലും മെഡിറ്റേഷനാണ്, ധ്യാനത്തിൻ്റെ ആണ് അമ്മ. അപ്പം അങ്ങനെ രണ്ടുപേരും ആധ്യാത്മിക ജീവിതമാണ് ഞങ്ങളുടേത്. അത് പരമ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് ആ ജീവിതം കിട്ടാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കലിയുഗത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടാകുന്നു. ഇപ്പം എങ്ങനെ എല്ലാവരും ഇപ്പോൾ തോന്നിയ ഇതല്ല, അങ്ങനെയല്ല. നമുക്ക് ഭഗവാൻ തന്ന ഒരവസരം അത് പാഴാക്കാതെ ജീവിതത്തിൽ ഭക്തിമാർഗത്തിൽ ഇറങ്ങാൻ സാധിച്ചാൽ അത് പരമ പുണ്യം ഉള്ളവർക്കേ സാധിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. പക്ഷേ മനുഷ്യജന്മം കിട്ടണത് അപൂർവമാണ്. എത്രയോ പേരുണ്ട് അതൊക്കെ. പക്ഷേ എല്ലാവരും ആ ഭക്തിമാർഗത്തിൽ വരുന്നതും, ഭക്തി ഉള്ളവർക്കും ഗുരു കടാക്ഷം ഉണ്ടെങ്കിലേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എല്ലാം ഭഗവത് നിശ്ചയം അനുസരിച്ചാണ് അവരുടെ ജനനവും മരണവും ജീവിത രീതികളും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് എന്തോ ഗുരു അനുഗ്രഹത്താൽ രണ്ടുപേരുടെ ശിഷ്യരാണ്. പക്ഷേ എല്ലാവരും ഒന്നാണ് എന്നുള്ള സങ്കല്പത്തിൽ രണ്ടുപേരും മാർഗങ്ങൾ പലതായിരിക്കും. അതാണ് അവരെല്ലാവരും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഗുരുപ്രസാദം കിട്ടുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. ജീവിച്ചിരിക്കുന്ന ഗുരുവിൽ നിന്ന് തന്നെ അത് പ്രസാദമായിട്ട് കിട്ടിയാലേ ഒരു വളരെ കാരുണ്യമല്ലേ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും രണ്ട് ഗുരുക്കന്മാരുടെ ശിഷ്യരാണ്. അതുകൊണ്ട് നമ്മൾ ആനന്ദമായിട്ട് കഴിയുന്നു. നമ്മുടെ ജീവിതമേ ഭക്തിമാർഗമാണ്.
അത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. അത് പൂർവ്വജന്മ സുഹൃതം അത് തന്നെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്തോ. പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മാതാപിതാ ഗുരു ദൈവം, അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു. ഇതുവരെ എത്തി. നാളത്തെ എല്ലാം ഭഗവാന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ അപ്പോൾ എല്ലാം ഈശ്വര നിശ്ചയം അനുസരിച്ച് അതിൽ സമർപ്പിച്ച് രണ്ടുപേരും കഴിയുന്നു. എല്ലാവർക്കും എല്ലാ നല്ലതും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നമ്മുടെ അഭേദാനന്ദ സ്വാമി നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് അമ്മയുടെ ഒരു രീതി പറയാമോ? എന്തായിരിക്കും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നാമജപത്തിന് നൽകുന്നത്? നാമജപത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നടക്കുന്നത് കലിയുഗമാണ്. കലിയുഗത്തിന് നാമയുഗം എന്നും കൂടിയും പറയാറുണ്ട്. അപ്പോൾ പിന്നെ അപ്പം ഏറ്റവും നല്ലത് എല്ലാവർക്കും സാധിക്കുന്നതും നാമം ജപിക്കാൻ ഉള്ള കഴിവ് ഭഗവാൻ കൊടുക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നാമയുഗമാണിത്. അപ്പോൾ അതനുസരിച്ച് കലിയുഗം. അപ്പോൾ അതനുസരിച്ച് ഓരോ യുഗത്തിനനുസരിച്ചാണ് ഓരോ പ്രവൃത്തിയും പൂജകൾ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കലിയുഗത്തിൽ നാമയുഗത്തിന് പ്രസക്തി കൊടുത്ത് ആശ്രമത്തിൽ 24 മണിക്കൂറും ഇന്നും നടന്നു പോകുന്ന ഒരു കാര്യമാണത്. അത് എല്ലാവർക്കും പറ്റുന്നതല്ല. അപ്പം അത്രയ്ക്ക് ഭഗവാന്റെ അവിടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നടന്നു പോകുന്നത്. പിന്നെ ഗുരുകാരുണ്യം, ഗുരുപ്രസാദം, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് എല്ലാം ഭംഗിയായിട്ട് ആശ്രമത്തിൽ നടന്നു പോകുന്നത്. പ്രതിഷ്ഠകൾ, ഗണപതി പ്രതിഷ്ഠ, ഭഗവാൻ കൃഷ്ണൻ, രാധ, കൃഷ്ണനും രാധയും നേർക്കുനേർ നിൽക്കുകയാണ്. അവർ ഒന്നാണ്, എന്നാലും രണ്ടായിട്ട് ഉള്ള പ്രതിഷ്ഠ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ആഞ്ജനേയർ സ്വാമി, അയ്യപ്പസ്വാമി, പിന്നെ മുരുകൻ, ചട്ടമ്പി സ്വാമി, അഭേദാനന്ദ സ്വാമി, എല്ലാവരും ഉണ്ട്. അവിടെ വന്നാൽ എല്ലാം നമുക്കൊരു പൂർണ്ണ തൃപ്തിയാണത്. ശിഷ്യർക്ക് മാത്രമല്ല, വരുന്നവർക്കെല്ലാം ഒരു പൂർണ്ണ അനുഗ്രഹം കിട്ടുന്ന ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അവിടെ ഈ നാമജപം തുടങ്ങിയിട്ട് 60 വർഷങ്ങളോളം കൂടുതലായി. അതിൻ്റെ രീതികളൊന്ന് പറയാം. എങ്ങനെയാണ് അവിടെ ആ നാമജപം നടക്കുന്നത്? ഒരാൾ എത്ര നേരം അവിടെ നാമം ജപിക്കുന്നു? അതിൻ്റെ ഒരു കണക്കുണ്ടോ? അതായത് അവിടത്തേക്ക് ഈ നാമയുഗം ആയതുകൊണ്ടാണ് എല്ലാവരെയും കൊണ്ട് നാമം ജപിപ്പിക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂറും നാമം ജപിക്കാൻ സാധിച്ചാൽ അതൊരു പ്രത്യേക അനുഭവവും ആണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എല്ലാവർക്കും പറ്റുന്നതല്ല. അതും പ്രത്യേകിച്ച് കിഴക്കേക്കോട്ടയിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് നേരെ മുമ്പിലായിട്ട് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അതനുസരിച്ചുള്ള സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് 24 മണിക്കൂറിന് രാത്രിയും പകലും അഖണ്ഡ നാമം നടക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് നാമജപം. പ്രത്യേകിച്ച് മഹാമന്ത്രജപം കലിയുഗ മന്ത്രമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതെല്ലാവർക്കും ചൊല്ലാം. അത് നടക്കുന്നത് പൂർണ്ണ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഗുരുകടാക്ഷം നടക്കുന്നത്. സത്യം. നാമജപത്തിലൂടെ നമ്മുടെ ഭക്തി വളർത്തുക എന്നുള്ളത് ഉദ്ദേശമായിരിക്കും. നാമജപം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്നാണ്. എല്ലാം ഓരോ യുഗത്തിലും ഓരോ ഇതാണ്. അതനുസരിച്ച് അപ്പോൾ ഇതിപ്പോൾ കലിയുഗത്തിൽ നാമയുഗം, നാമജപമാണ് ഏറ്റവും പ്രധാനം. അതെല്ലാവർക്കും പറ്റുന്നതുപോലെ ചെയ്താൽ അവനവന് തന്നെയാണ് നല്ലത്. അഭേദാനന്ദാശ്രമത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ചുമരിലെല്ലാം ഹരേ രാമ നാമമാണ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്. അതെ, എപ്പോഴും അവിടെ കയറുമ്പോൾ തന്നെ ആ നാമം നമ്മുടെ ഉള്ളിൽ ഓർമ്മ വരണം എന്നുള്ള ഉദ്ദേശമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ ശരിയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാ സമയവും മഹാമന്ത്ര ജപമാണ് ഏറ്റവും പ്രധാനം.
അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജപിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം പൂർണ്ണ വിശ്വാസം. നമ്മൾ അഭേദാനന്ദ ആശ്രമത്തിൽ വരുമ്പം അവിടെ കാണുന്ന പ്രതിഷ്ഠ കൃഷ്ണൻ്റെയും രാധയുടെയും പ്രതിഷ്ഠയാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. എന്നാൽ അവിടെ ബാക്കി പ്രതിഷ്ഠകളുണ്ട്. അഭേദാനന്ദ സ്വാമി കൂടുതലായിട്ടും ഈ ഭജനയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണല്ലോ. അപ്പം അദ്ദേഹം കൃഷ്ണ ഭജൻസ് ആണോ കൂടുതൽ പാടുന്നത്, അതോ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭജന രീതി? ഭജന രീതി അദ്ദേഹം തുടങ്ങുന്നത് തൊട്ട് ഗണപതി സ്തുതിച്ചുകൊണ്ടാണ് ആദ്യം പാടുന്നത്. എല്ലാം പാടും. അത് കഴിഞ്ഞിട്ട് ദേവി കഴിഞ്ഞിട്ട് ഗുരു കഴിഞ്ഞിട്ട് രാധയും കൃഷ്ണനും എല്ലാവരുടെയും പാടുന്നുണ്ട്. ആ ഭേദബുദ്ധി ഇല്ലാതെ തന്നെയാണ് ഭജനയും. സകലതും അദ്ദേഹത്തിൻ്റെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങനത്തെയാണ് ഭജന. പ്രത്യേകിച്ച് ഉള്ള ഭജന, സ്വാമിജിയുടെ ഭജന പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വിശേഷമായിട്ടുള്ള സംഗീത പറയാൻ പറ്റില്ല. അത്തരം സംഗീതത്തിനും ഭജനയ്ക്കും പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു സദ്ഗുരുവാണ് ശ്രീ അഭേദാനന്ദ സ്വാമികൾ. അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഭക്തജനങ്ങൾ എല്ലാവരും സ്വാമിജിയുടെ കാരുണ്യവും ഭഗവാൻ രാധയും കൃഷ്ണൻ്റെയും അനുഗ്രഹവും എല്ലാവരുടെ ആശ്രമത്തിൻ്റെ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭജന അമ്മയ്ക്ക് പാടാം. ഭജന ശ്രീപദേ എന്ന് പറയുന്നത്. ശ്രീപദേ അതെ അല്ല അമ്മ എല്ലാവരും വരും. ശ്രീപദേ രാധികേശ മാധവ ഹരേ കൃഷ്ണ. ശ്രീപദേ രാധികേശ മാധവ ഹരേ കൃഷ്ണ. രഘുപതേ जानकीश राघव हरे राम. रघुपते जानकीश राघव हरे राम. पशुपते पार्वतीश शंकरा सदा शिवा. पशुपते पार्वतीश शंकरा सदा शिवा. सुरपते श्रीवल्लीशा षण्मुखा षडानना. सुरपते श्रीवल्लीशा षण्मुखा षडानना. श्रीपूर्णा पुष्कलेशा हरिहरात्मजा विभो. श्रीपूर्णा पुष्कलेशा हरिहरात्मजा विभो. माधवा हरे कृष्णा राघव हरे राम. शंकरा सदा शिवा
षण्मुखा षडानना हरिहरात्मजा विभो जय हनुमान मारुतिराय जय हनुमान वायुकुमारा जय हनुमान वानरवीरा जय हनुमान श्रीरामदूता जय हनुमान श्रीरामभक्त जय हनुमान श्रीरामदास जय हनुमान श्रीराम जय जय राम श्रीराम जय जय राम श्रीराम जय जय राम श्रीराम जय जय राम राम लक्ष्मण जानकी जय बोलो हनुमान की 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 राम लक्ष्मण जानकी जय बोलो हनुमान की। श्री आंजनेय स्वामी की जय। गुरु कटाक्षं परिपूर्णम्। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। भगवान के पावन नाम की जय। श्री भक्तवत्सल भगवान की जय। श्री राधा कृष्ण युगल मूर्ति की जय। श्री सद्गुरुनाथ महाराज की जय। गुरु कटाक्षं परिपूर्णं ब्रह्मैव सत्यं हरिः ओम। ഇത്രയും നേരം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോ സാധകരും അവരവരുടെ ഉപാസന പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ഓരോ സാധകർക്കും അവരവരുടേതായിട്ടുള്ള ഉപാസന മാർഗങ്ങളുണ്ട്. നമ്മൾ ഇത്രയും നേരം അമ്മയോടൊപ്പം സംസാരിച്ചപ്പോൾ അമ്മയുടെ ഉപാസനാ രീതി നാമജപമാണ്. അമ്മയുടെ ആ ഗുരു അഭേദാനന്ദ സ്വാമികൾ തുടങ്ങി വെച്ച ആ ഒരു നാമജപമാണ് അമ്മയുടെ ജീവിതത്തിലുടനീളം ഓരോ നിമിഷവും ഈ നിമിഷം വരെയും ഫോളോ ചെയ്തത്. അതാണ് അമ്മയുടെ ആ സംസാരത്തിൽ ആ നാമജപത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മ അത്രയും ഉള്ളിൽ നിന്നും അത് മാത്രമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നത്. അമ്മയെ പോലുള്ളവർ ആധ്യാത്മികതയിലാണ് ഗൃഹസ്ഥയായിട്ടും ആധ്യാത്മികതയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, സാധാരണ ഗൃഹസ്ഥരിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അപ്പം നമ്മൾ സംസാരിച്ചപ്പം മനസ്സിലായി കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളാണ്, ആധ്യാത്മികതയെ ഫോക്കസ് ചെയ്താണ് കൂടുതലും സംസാരിക്കുന്നത്. അല്ലാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ആ വിഷയങ്ങളിലോട്ടല്ല അമ്മയുടെ മനസ്സും അമ്മയുടെ ചിന്തകളും പോകുന്നത്. കൂടുതലും ആ ഗുരു കാണിച്ചു തന്ന വഴികളിലൂടെയാണ്. അപ്പം നമ്മൾ ഓരോ സാധകരും ഈ ഒരു മനോഭാവം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആ ഒരു ഭക്തി, നാമജപം, ഇതിനെല്ലാം എങ്ങനെ നമ്മളിലേക്കും ഉൾക്കൊണ്ട് ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പോകണം എന്നുള്ളതാണ് അമ്മയുടെ ഈ ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സാധകരും അമ്മ പറയും പോലെ നാമജപത്തിന്
പ്രാധാന്യം നൽകിക്കൊണ്ട് കലിയുഗത്തിൽ നാമജപം യുഗമാണെന്ന് നമ്മ പറഞ്ഞു. അപ്പം ആ നാമജപത്തിന് പ്രാധാന്യം നൽകി നമ്മുടെ ഹൃദയവിശുദ്ധി കൈവന്ന് ആ ഭക്തി നമ്മളിൽ ഉറപ്പിച്ച് ഈശ്വരനെ സദാ ജപിക്കുവാൻ സാധിക്കട്ടെ. എൻ്റെ അമ്മയോട് ഇന്ന് സംസാരിക്കാൻ സാധിച്ചത് നമ്മൾ ഓരോ സാധകരും കടപ്പെട്ടിരിക്കുന്നു. അമ്മയ്ക്ക് നന്ദി, കോടി കോടി പ്രണാമങ്ങൾ. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्र विशालाक्षी पद्मपत्र विशालाक्षी पद्मकेसर वर्णिनी नित्यं पद्मालया देवी सा मां पातु सरस्वती 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 सौभाग्यदायिनी सरस्वती 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 सौभाग्यदायिनी
शरणं ताये सरस्वती शरणं ताये सरस्वती 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 सौभाग्यदायिनी सरस्वती मंजुल वाग्विलासा माहिंद्र नीलच्युति कोमलांगी 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 मादंग कन्या मनसा स्मरामि मादंग कन्या मनसा स्मरामि मादंग कन्या मनसा स्मरामि सरस्वती सरस्वती सौभाग्यदायिनी सरस्वती 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 सौभाग्यदायिनी सरस्वती सौभाग्यदायिनी सरस्वती सौभाग्यदायिनी सरस्वती शरणं ताये सरस्वती शरणं ताये सरस्वती 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 सौभाग्यदायिनी सरस्वती सर्वमंगल मंगल्ये सर्वमंगल मंगल्ये सर्वमंगल मंगल्ये सर्वमंगल मंगल्ये शिवे सर्वार्थ साधिके सर्वार्थ साधिके शिवे सर्वार्थ साधिके सर्वार्थ साधिके
सरस्वती शरणं साये सरस्वती शरणं साये सरस्वती अम्बा शरणं साये सरस्वती शरणं साये सरस्वती सरस्वती सौभाग्यदायिनी सरस्वती सौभाग्यदायिनी सरस्वती सौभाग्यदायिनी सरस्वती सृष्टिस्थिति विनाशाना शक्तिभूते सनातनी शक्तिभूते सनातनी शरणागत दीनार्थ परित्राण परायणे सर्वव्याप्ति हरे देवी सर्वव्याप्ति हरे देवी नारायणी नमोस्तुते सरस्वती सरस्वती सौभाग्यदायिनी सरस्वती सौभाग्यदायिनी सरस्वती सौभाग्यदायिनी सरस्वती वाणी सरस्वती वाग्देवी वाणी सरस्वती वाग्देवी भगवती भारती मां पाहि 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 वाणी सरस्वती वाग्देवी भगवती भारती वाणी सरस्वती भगवती भारती वाणी सरस्वती भगवती भारती वाणी सरस्वती भगवती भारती वाणी सरस्वती सरस्वती महारानी की